PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ വിവാദം ഇപ്പോൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. CPIയും CPM-ഉം തമ്മിൽ അടിച്ചു പിരിയുമോ എന്ന ചോദ്യമാണ് ഏവരും ഉയർത്തുന്നത്. LDF സർക്കാരിൽ നിന്ന് CPI വിട്ടുനിൽക്കുകയാണെങ്കിൽ അത് UDF-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിൽ വലിയ നേട്ടമായി മാറും. UDF-ലേക്ക് CPIയെ സ്വാഗതം ചെയ്തുകൊണ്ട് പല പ്രമുഖ നേതാക്കളും രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും PM-ശ്രീ പദ്ധതിയിൽ CPIയുടെ ഉറച്ച നിലപാട് CPIM-ന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. എന്തായാലും നിലപാടിൽ ഒട്ടും മയപ്പെടുത്താതെ മുന്നോട്ടു പോവുകയാണ് CPI. അതിനിടയിൽ PM-ശ്രീ പദ്ധതിയുടെ കരാറിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരായ വിയോജിപ്പിൽ CPIയിൽ അമർഷം കൂടുതൽ തിളയ്ക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. CPM ദേശീയ നേതൃത്വം വിഷയത്തിൽ ഇടപെടാത്തതിൽ CPIക്ക് വലിയ അതൃപ്തിയാണ് ഉള്ളത്. CPM ജനറൽ സെക്രട്ടറിയുടെ മൗനം വേദനിപ്പിച്ചു എന്നാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രി എന്തെങ്കിലും നിർദ്ദേശം വെച്ചതായി അറിയില്ല എന്നും PM-ശ്രീയുടെ രേഖയിൽ NEP സമഗ്രമായി നടപ്പാക്കണമെന്ന് തന്നെയാണ് പറയുന്നത് എന്നുമാണ് K പ്രകാശ് ബാബു പറയുന്നത്. D രാജ ഭക്ഷണം പോലും കഴിക്കാതെയാണ് MA ബേബിയെ പോയി കണ്ടത്. എല്ലാ ചോദ്യങ്ങൾക്കും MA ബേബിക്ക് മൗനം മാത്രമായിരുന്നു മറുപടി. ഇത് വ്യക്തിപരമായി വേദനിപ്പിച്ചു. ബേബി നന്നായി ഇടപെടാൻ അറിയുന്ന ആളാണ് എന്നും പ്രകാശ് ബാബു പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന ഘടകങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നായിരുന്നു MA ബേബിയുടെ നിലപാട്. CPM ദേശീയ നേതൃത്വം കഴിയൊഴിഞ്ഞതിൽ വലിയ അതൃപ്തി ആവർത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രകാശ് ബാബു ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കടുത്ത തീരുമാനം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് സംസ്ഥാന നിർവാഹക സമിതി യോഗം നടക്കട്ടെ എന്നായിരുന്നു പ്രകാശ് ബാബുവിന്റെ മറുപടി. പദ്ധതി നടത്തിപ്പിലെ മെല്ലെപ്പോക്കടക്കം സാധിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ പ്രകാശ് ബാബു. PM-ശ്രീ NEP നടപ്പാക്കാനുള്ള ഉപാധിയാണ് എന്നും കേരളത്തിലെ സ്കൂളുകൾ മികച്ച നിലയിലാണ് എന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുമാണ് പ്രകാശ് ബാബു പറയുന്നത്. എന്തായാലും വലിയ വിമർശനമാണ് ഇപ്പോൾ CPI ഉയർത്തുന്നത്. ഇതിനിടയിൽ എങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയും CPM-ഉം ഈ വിഷയത്തിൽ പിടിച്ചു നിൽക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. വലിയ ആശങ്കയായി മാറുകയാണ് ഇപ്പോൾ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ. അത് LDF-നകത്തൊരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ ഇടയാക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.